സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഈ ദിവസം ഈ വചനങ്ങൾ നാം വായിക്കുമ്പോൾ ആർക്കും തന്നെ ഇങ്ങനെയുള്ള സ്നേഹമില്ലെന്ന് മനസ്സിലാക്കാം. എന്നാൽ യേശുവിൻ്റെ പേരിവിടെ ഇടുകയാണെങ്കിൽ തീർച്ചയായും അതവിടെ യോജിക്കും. അതുകൊണ്ട് നമുക്ക് അത് വായിക്കാം. 1 കൊരിന്ത്യർ 13:4 യേശുക്രിസ്തു ദീർഘമായി ക്ഷമിക്കുന്നു. യേശുക്രിസ്തു ദയ കാണിക്കുന്നു. യേശുക്രിസ്തു സ്പർദ്ധിക്കുന്നില്ല. യേശുക്രിസ്തു നിഗളിക്കുകയില്ല. യേശുക്രിസ്തു ചീർക്കുന്നില്ല. യേശുക്രിസ്തു അയോഗ്യമായി നടക്കുന്നില്ല. യേശുക്രിസ്തു സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. യേശുക്രിസ്തു ദേഷ്യപ്പെടുന്നില്ല. യേശുക്രിസ്തു ദോഷം കണക്കിടുന്നില്ല. യേശുക്രിസ്തു അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം പ്രത്യാശിക്കുന്നു. യേശുക്രിസ്തു എല്ലാം പൊറുക്കുന്നു. യേശുക്രിസ്തു എല്ലാം വിശ്വസിക്കുന്നു. യേശുക്രിസ്തു എല്ലാം പ്രത്യാശിക്കുന്നു. യേശുക്രിസ്തു എല്ലാം സഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുന്നില്ല. സെറ്റാകുന്നുണ്ടോ ഇല്ലയോ? യേശുക്രിസ്തു ദീർഘമായി ക്ഷമിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം എത്ര ക്ഷമയോടു കൂടിയതാണെന്ന് ചോദിച്ചാൽ അവൻ ദീർഘമായി ക്ഷമിക്കുന്നവൻ ആണ്. 30 വയസ്സായാലും 40 ആയാലും 50 ആയാലും 60 വയസ്സായാലും നമ്മുടെ പാപത്തിനനുസരിച്ചുള്ള ശിക്ഷ അവൻ നമുക്ക് നൽകുന്നില്ല. അവൻ നമ്മെ ശിക്ഷിക്കാതെ നമ്മോട് ക്ഷമിക്കുന്നു, നമ്മോട് ദയ കാണിക്കുന്നു. നാം അത് ഗ്രഹിക്കുന്നില്ല. എനിക്കെന്താണ് കുഴപ്പം? പ്രാർത്ഥന ചെയ്തതിൽ എന്താണ് കുഴപ്പം? കള്ളം പറഞ്ഞപ്പോൾ എന്താണ് കുഴപ്പം? കൈക്കൂലി വാങ്ങിയാൽ എന്താണ് കുഴപ്പം? ഞാൻ മദ്യപിക്കുന്നുണ്ടല്ലോ, എനിക്കിതുവരെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ഇഷ്ടം പോലെ ചെയ്യും എന്ന് ചിലർ വെല്ലുവിളിക്കുന്നുണ്ട്. എന്നാൽ ദൈവം നിന്നോട് ക്ഷമിക്കുകയാണ്, നിന്റെ ജീവിതം നശിക്കാതിരിക്കുവാൻ വേണ്ടി നിന്നോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്ന് ചിലർ മനസ്സിലാക്കുന്നില്ല. അവൻ ദീർഘക്ഷമയുള്ള ദൈവമാണ്. ബൈബിൾ നിങ്ങൾ വായിച്ചാൽ അവൻ ദീർഘക്ഷമയുള്ള ദൈവമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. കോപം എത്ര നേരത്തേക്കാണ്? ക്ഷണനേരത്തേക്ക്. നിങ്ങൾക്ക് അപകടമുണ്ടായിട്ടുണ്ടോ? എത്ര സമയം വേണം അപകടമുണ്ടാകാൻ? ഇപ്പോൾ വന്ന് ഇടിക്കും 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 എന്ന് പറഞ്ഞാണോ ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്? നമ്മൾ നനയ്ക്കാത്ത സമയത്താണ്. ഒരിക്കൽ എനിക്ക് ബൈക്കിൽ ആക്സിഡൻറ്റ് സംഭവിച്ചു, ഒരിക്കൽ സൈക്കിളിൽ നിന്ന് ആക്സിഡൻറ്റ് സംഭവിച്ചു, ഒരിക്കൽ എനിക്ക് കാറിൽ നിന്ന് ആക്സിഡൻ്റ് ഉണ്ടായി. എന്താണ്? ഒരു ദിവസം ഞാൻ സൈക്കിളിൽ പാട്ടൊക്കെ പാടി ഇങ്ങനെ സുഖമായി പോവുകയായിരുന്നു. അപ്പോൾ സൈക്കിളിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ, അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ റോഡിൽ ഇടിച്ചു വീഴാനിടയായി. എങ്ങനെയാണ് എന്നെ വണ്ടി വന്ന് ഇടിച്ചത്, എങ്ങനെ ഞാൻ വീണു എന്ന ഒരു കാര്യവും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത്, കാറിടിച്ച സമയത്ത് ദൈവം എന്നെ വിടുവിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ് പോകുമായിരുന്നു. എന്താണ്? ആ ഒരു ക്ഷണം ദൈവം നമ്മെ വിടുവിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതം പോകുമായിരുന്നു. എന്താണ്? കോഴിമുട്ട കൊണ്ടുവന്നിട്ട് താഴെയിടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സോറി എന്ന് പറഞ്ഞാൽ അത് എടുക്കാൻ കഴിയുമോ? വീണ്ടും നമുക്ക് അത് ഒരുമിച്ച മുട്ട അങ്ങനെ ആക്കാൻ കഴിയുമോ? അതുപോലെയുള്ളൂ. നമുക്ക് ദൈവം ഒരു കോഴിമുട്ട തന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ റബ്ബർ ടയർ കയറുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? എന്ത് സംഭവിക്കും അപ്പോൾ? ഇതിൽ നിന്ന് ചോരയും എല്ലാം വരുവാൻ ഇടയാകും. സാധാരണ മുട്ട പൊട്ടിയാൽ നമുക്ക് ആംപ്ലേറ്റ് അടിച്ച് കഴിക്കാൻ കഴിയും. എന്നാൽ ഈ മുട്ട പൊട്ടിപ്പോയ ശവമടക്ക് നടത്തേണ്ടി വരും. ശരിയല്ലേ? ദൈവത്തിൻ്റെ കൃപയാലാണ് നാം ജീവിക്കുന്നത്. 1 മിനിറ്റിൽ 72 തവണയാണ് നമ്മുടെ ഹൃദയം ഇടിക്കുന്നത്. 1 മിനിറ്റിൽ 25 തവണ ശ്വാസോച്ഛ്വാസം നാം എടുക്കാറുണ്ട്. ടിക് 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 ശബ്ദം തീർന്നാൽ ഹാർട്ട് അറ്റാക്ക് വരും. നീ വിട്ട ശ്വാസം നിനക്ക് എടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അത്രയുള്ളൂ. എന്താണ്? മനുഷ്യൻ എത്ര വെല്ലുവിളിയാണ് നടത്തുന്നത്. നിന്റെ കാലഗതികൾ ദൈവത്തിൻ്റെ കയ്യിലാണ്. അവൻ എത്ര ക്ഷമയോടുകൂടിയാണ് ആയിരിക്കുന്നത്. അവനെ വിശ്വസിച്ചില്ലെങ്കിലും, അവൻ്റെ അടുക്കൽ വന്നില്ലെങ്കിലും, അവനെ എതിരായി നീ തീർന്നാലും, അവനെ അന്വേഷിച്ചില്ല എങ്കിലും, അവനെ ദുഃഖപ്പെടുത്തിയാലും, നീ അവൻ്റെ വാക്ക് അനുസരിച്ചില്ലെങ്കിലും, നീ എപ്പോഴെങ്കിലും മാറും, നിന്റെ ജീവിതം മാറും എന്ന് പറഞ്ഞ് അവൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ ഹോസ്പിറ്റലിലായിട്ട് 6 മാസം കൊണ്ട് മരിച്ചു പോകും എന്നാണോ
നീക്കുപോക്കില്ലാതെ നശിച്ചു പോകും. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന സമയത്ത് നീണ്ടു നിവർന്നങ്ങനെ ബെഡിൽ കിടക്കുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? അപ്പോൾ ഓർമ്മയുണ്ടാകും, മുകളിൽ എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. അപ്പോൾ വരെയും ഓഫീസും ജോലിയും കൃഷിയും പണവും കമ്പ്യൂട്ടറും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, ദൈവത്തെങ്കിലേക്ക് നോക്കുകയില്ല. എന്നാൽ കട്ടിലിൽ ഒന്നും ചെയ്യുവാൻ കഴിയാതെ നീണ്ടു നിവർന്ന് കിടക്കുമ്പോൾ ദൈവത്തിലേക്ക്, സ്വർഗത്തിലേക്ക് തിരിയുവാൻ ഇടയാകും. എന്താണ്? ആ സമയത്ത് ബുദ്ധി ഉണ്ടാകുവാൻ ഇടയാകും. കാലൊടിയുന്ന സമയത്ത് ശരി, ആ ദൈവദാസനെ വിളിക്കൂ, പ്രാർത്ഥന ചെയ്യാം എന്ന് ബുദ്ധി ഉണ്ടാകാൻ ഇടയാകും. അപ്പോൾ പാസ്റ്ററിന് പ്രാർത്ഥിക്കുവാൻ അവസരം ലഭിക്കുന്നു, മാനസാന്തരപ്പെടുത്തുവാൻ അവസരം ലഭിക്കുന്നു, സൗഖ്യപ്പെടുത്തുവാൻ അവസരം ലഭിക്കുന്നു. എന്നാൽ കൂടെ ശാസന കേട്ടിട്ടും അനുസരിക്കാത്തവർക്ക് അങ്ങനെയുള്ള അവസരം ഇല്ല. അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്ന കാര്യത്തിൽ നാം താമസിക്കരുത്. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് നമുക്ക് പ്രാണൻ നൽകിയതായ കർത്താവിനെ നാം സ്നേഹിച്ചിട്ട് നമ്മുടെ ജീവിതം അവന് വേണ്ടി സമർപ്പിക്കണം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മോട് ദയ കാണിക്കുകയാണ്. ദീർഘമായി നമ്മോട് ദയ കാണിക്കുന്നു. ദയ എന്ന വാക്കിന് അർഹത ഇല്ലാത്തവരോട് കാട്ടുന്ന കരുണ, അർഹത ഇല്ലാത്തവരോട് ക്ഷമ കാണിക്കുന്നത്, യോഗ്യത ഇല്ലാത്തവരെ അനുഗ്രഹിക്കുന്നത് എന്നാണ് അർത്ഥം. യേശുക്രിസ്തു നമ്മെ എന്തിനാണ് അനുഗ്രഹിക്കുന്നത്? പണത്തിന് വേണ്ടിയാണോ അനുഗ്രഹിക്കുന്നത്? അതോ നാം നല്ല ഭക്തരായതുകൊണ്ടാണോ അനുഗ്രഹിക്കുന്നത്? അതോ അവന് ഇഷ്ടമുള്ളവരായി ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവരോട് ദയ കാണിക്കുന്നത് എന്ന് ഉണ്ടോ? അവൻ എളിയവരോട് ദയ കാണിക്കുന്നവനാണ്, ദരിദ്രന്മാരോട് ദയ കാണിക്കുന്നു. യോഗ്യത ഇല്ലാത്തവരെ അവൻ സ്നേഹിക്കുന്നുണ്ട്. അവൻ കാൽവരി ക്രൂശിൽ കിടക്കുന്ന സമയത്ത് അടുത്തു കിടന്ന ഒരു കള്ളൻ, 2 കള്ളന്മാരിൽ ഒരുവൻ പറഞ്ഞു, നീ കർത്താവാണെങ്കിൽ ഇറങ്ങി വരൂ എന്ന്. നിന്നെയും രക്ഷിക്കൂ, ഞങ്ങളെയും രക്ഷിക്കൂ എന്ന് പറഞ്ഞു. മറ്റൊരു കള്ളൻ എന്താണ് പറഞ്ഞത്? നാമും അതേ ശിക്ഷാവിധിയിൽ ഉള്ളവരാണല്ലോ, നീ ദൈവത്തെ ഭയപ്പെടൂ. നമ്മെ സംബന്ധിച്ച് ഇത് ന്യായമായ ശിക്ഷ, എന്നാൽ ഇവനിൽ ഒരു ദോഷവും കാണുന്നില്ല. ഞാൻ ദോഷിയാണ്, ഞാൻ ശിക്ഷയ്ക്ക് അർഹനാണ്, എന്നാൽ ഇവൻ നിർദോഷിയാണെന്ന് അവൻ വിശ്വസിച്ചു. അവങ്കിലേക്ക് തിരിഞ്ഞിട്ട്, യേശുവേ, നീ രാജാവായി വരുന്ന സമയത്ത് എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞു. നിന്റെ ഇഷ്ടം പോലെ ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവത്തിന് എതിരായിട്ട് നീ ജീവിച്ചിട്ട് സ്വർഗരാജ്യത്തിലേക്ക് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകണമോ എന്ന് പറഞ്ഞോ? എന്താണ്? നീ പോയി സ്നാനപ്പെട്ടിട്ട് വരൂ എന്ന് പറഞ്ഞോ? അത് സാധിക്കില്ല എന്ന് കർത്താവ് പറയാനിടയായോ? എന്താണ് കർത്താവ് പറഞ്ഞത്? ഇന്ന് നീ എന്നോടൊപ്പം പരദീസയിലിരിക്കും. അവനോട് ദയ കാണിച്ചു. ദയ കാണിക്കുന്നത് യാചിക്കുന്നവരോട് ദയ കാണിക്കുന്നതല്ല. ചിലർ യാചിക്കാറുണ്ട്, ചിലർ ദൈവത്തോടും അങ്ങനെ യാചിക്കാറുണ്ട്. കർത്താവ്, നീ അത് തന്നാൽ ഞാൻ ഇങ്ങനെ ചെയ്യാം, അത് തന്നാൽ ഇങ്ങനെ ചെയ്യാം എന്ന് കർത്താവിനോട് ചിലർ യാചിക്കാറുണ്ട്. കർത്താവെ, നീ 1,00,000 രൂപ തന്നാൽ നിനക്ക് ദശാംശം തരാം. 1,00,000 രൂപ ദൈവം തന്നാൽ നീ ദശാംശം കൊടുക്കുമെന്നോ? എന്താണ്? അനേകം ആളുകൾ ഈ കാലത്ത് ദൈവത്തോട് അങ്ങനെ കണക്ക് പറയാറുണ്ട്. യാക്കോബ് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ പോകുന്ന വഴിയിൽ നീ എന്നോട് കൂടെയിരുന്ന് എനിക്ക് കഴിക്കാൻ ആഹാരവും ധരിക്കാൻ വസ്ത്രവും തന്നാൽ നീ എൻ്റെ ദൈവമായിരിക്കും, ഞാൻ നിനക്ക് ദശാംശം നൽകാം, ഇവിടെ നിന്റെ ആലയം പണിയാം എന്നവൻ ദൈവത്തോട് നേർച്ച നേർന്നു. എന്നാൽ ദൈവം അവൻ്റെ കൂടെയിരുന്നു. ദൈവം നല്ലവനാണ്. എന്താണ്? അവൻ വലിയവനാണ്, അവൻ ദയ കാണിക്കുന്ന ദൈവമാണ്. എന്നാൽ അതല്ല യഥാർത്ഥമായ അനുഗ്രഹമെന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കി പിന്നീട് ദൈവത്തോട് പോരാടി, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിട്ടുമാറില്ല എന്ന് പറയാനിടയായി. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മോടൊപ്പമുണ്ടെങ്കിൽ നമ്മുടെ ആഹാരവും വസ്ത്രവും എല്ലാം നമുക്കുണ്ടായിരിക്കും. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, എന്നാൽ ഇതെല്ലാം നിങ്ങൾക്കുണ്ടാകും എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. അവൻ സർവശക്തനായ ദൈവമാണ്. സർവശക്തനായ കർത്താവായ ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് ചെറിയ കാര്യങ്ങൾ ചോദിക്കരുത്, വൻ കാര്യങ്ങൾ ചോദിക്കൂ. ദൈവഭക്തനായ വില്യം കേരി പറഞ്ഞു, ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കൂ, അവനു വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുക എന്ന്. ദൈവം സ്നേഹവാനാണ്, ദയ കാണിക്കുന്നവൻ, ദീർഘക്ഷമയുള്ളവൻ. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമായി നമുക്ക് നൽകുന്ന ദൈവമാണ് അവൻ. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. സ്പർദ്ധ എന്നാൽ അർത്ഥം അറിയാവുന്നവർ കൈ ഉയർത്തുക. മത്സരം അറിയാമോ? അസൂയ എന്താണെന്നറിയാമോ? ഹൃദയം നിറയെ, മനസ്സ് നിറയെ. ഹോ, എത്ര തരത്തിലുണ്ട്! അസൂയ നിന്റെ അസ്ഥികൾക്ക്
ഉരുക്കമാകുന്നു. അസൂയ കാണിക്കരുത്, സ്നേഹിക്കുക. സ്നേഹം ഉള്ളിടത്ത് അസൂയ കാണില്ല, അസൂയുള്ളിടത്ത് സ്നേഹം കാണുകയില്ല. നിനക്ക് അസൂയ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നിന്നിലില്ല. യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ അവൻ ആരോടും അസൂയപ്പെട്ടില്ല. അവനോട് എല്ലാവരും അസൂയപ്പെട്ടു. പരീശന്മാർ അവനെ കണ്ട് അസൂയപ്പെട്ടു എന്ന് വചനം പറയുന്നു. അവനെ കൊല്ലുവാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. എന്നോട് അസൂയ കാണിക്കുന്നോ എന്ന് പറഞ്ഞ് നാം മറ്റുള്ളവരുടെ നേരെ തിരിയുന്നു. നമ്മോട് ആരെങ്കിലും അസൂയപ്പെട്ടാൽ നാം അവരോട് നേരെ പിണങ്ങേണ്ട കാര്യമില്ല. അസൂയ അസ്ഥികൾക്ക് ഉരുക്കമാകുന്നു, നശിപ്പിക്കുന്നു. സ്നേഹമില്ലാത്ത അവസ്ഥ. ഇപ്പോൾ എവിടെ നോക്കിയാലും സ്നേഹമില്ല, അസൂയ മാത്രമാണ്. നല്ല ഒരു ഷർട്ടുണ്ടെങ്കിൽ സ്വന്തം ചേട്ടനും അനുജനും അല്ലെങ്കിൽ സ്വന്തം കൂടപ്പിറപ്പുകൾ തമ്മിൽ ഒരാളേക്കാൾ മറ്റൊരാൾ നന്നായിരിക്കുന്നുവെങ്കിൽ പോകട്ടെ, എന്നേക്കാൾ അവൾ നന്നായിരിക്കുന്നുവല്ലോ എന്ന്, അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ നന്നായിരിക്കട്ടെ, എൻ്റെ സഹോദരൻ നന്നായിരിക്കട്ടെ എന്നൊന്നും വിചാരിക്കാതെ എനിക്കില്ല എങ്കിൽ പിന്നെ അവന് എന്തിനാണെന്ന് ഇന്നുള്ള മനുഷ്യരെല്ലാം അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ തോറ്റുപോയി, അവൻ്റെ മകൻ ജയിച്ചു. പിന്നെ അന്ന് മുതൽ വഴക്കാണ്. എങ്ങനെയാണ് അവൻ ജയിക്കാനിടയായത്? അവൻ്റെ മകൻ തോറ്റതിനേക്കാൾ കൂടുതൽ സങ്കടം മറ്റുള്ളവൻ്റെ മകൻ ജയിച്ചു എന്ന വിഷയത്തെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ ലോകത്തിൽ സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മത്സരം കാണില്ല, ഇങ്ങനെയുള്ള ചീപ്പ് മെന്റാലിറ്റി കാണില്ല, ഇങ്ങനെ നീചമായ ചിന്താഗതികൾ ഉണ്ടാവുകയില്ല. കരയുന്നവരോടൊപ്പം കരയൂ, ചിരിക്കുന്നവരോടൊപ്പം ചിരിക്കൂ എന്നാണ് കർത്താവ് പറയാനിടയായത്. ആരെങ്കിലും സന്തോഷിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് കരച്ചിലുണ്ടാകുമോ? ആരെങ്കിലും കരയുന്നത് കണ്ടാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുമോ? ഇത് പിശാചിന്റെ സ്വഭാവം ആകുന്നു. സ്നേഹമുള്ളവനാണെങ്കിൽ കരയുന്നവരോടൊപ്പം കരയും. യേശുക്രിസ്തു കരയുന്ന യഹൂദന്മാരെ കണ്ടിട്ട് മാർത്തയും മറിയും കരയുകയാണ് ലാസർ മരിച്ച വിഷയത്തിനു വേണ്ടി. എല്ലാവരും കരയുകയാണ്. കർത്താവിനറിയാം അവനെ തിരിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ. യേശുവിന് അവിടെ കരയേണ്ട ആവശ്യമില്ല. അവരെല്ലാവരും കരയുന്നത് കണ്ടിട്ട് യേശുക്രിസ്തു കണ്ണുനീർ, നിന്റെ ദൈവം എത്ര വലിയവനാണെന്നറിയാമോ? നീ കരയുന്നത് കണ്ടാൽ അവനും കരയും. നീ ദുഃഖിച്ചാൽ അവനും നിന്നോടൊപ്പം ദുഃഖിക്കും. നീ വിഷമത്തിലാണെങ്കിൽ അവനും നിന്നോടൊപ്പം വിഷമത്തിലാകും. ഇതറിയാതെ ചില ആളുകൾ, ദൈവം എനിക്ക് എന്തിനാണ് ഈ കഷ്ടത വരുത്തിവെച്ചിരിക്കുന്നത്? ദൈവം ഒരിക്കലും നിനക്ക് കഷ്ടത നൽകുന്നവൻ, നിനക്കൊരു ദോഷവും ചെയ്യുന്നവൻ അല്ല. അല്ല, അവൻ സ്നേഹമുള്ളവനാണ്. എന്നാൽ ഈ അസൂയയും പിണക്കവുമെല്ലാം ഈ ലോകത്തിലുള്ള മനുഷ്യരെ പരസ്പരം നശിപ്പിക്കുകയാണ്. ഇത് മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സ്നേഹം മറ്റുള്ളവരെ ജീവിപ്പിക്കുന്നു, എന്നാൽ പിണക്കം മറ്റുള്ളവരെ നശിപ്പിക്കുന്നു. സ്നേഹം നിഗളമായി നടക്കുന്നില്ല. ഈ കാലത്ത് നോക്കിയാൽ എല്ലാവർക്കും നിഗളമാണ്. സ്നേഹം എല്ലായ്പ്പോഴും താഴ്മയാണ്. സ്നേഹം അത് വെളിയിൽ കാണാൻ കഴിയില്ല. സ്നേഹമുള്ളവർ ഞാൻ സ്നേഹിക്കുന്നു, 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 സ്നേഹിക്കുന്നു എന്നൊക്കെ എപ്പോഴും പറയുകയാണെങ്കിൽ അത് വെറുതെയാണ്. ചിലർ പറയും ഞാൻ നിനക്ക് വേണ്ടി മരിക്കാനും തയ്യാറാണ്. സ്നേഹം നിഗളമായി നടക്കുന്നില്ല. നിഗളികൾ ദൈവസന്നിധിയിൽ നിൽക്കുകയില്ല. യേശുക്രിസ്തു ഒരിക്കലും നിഗളമായി പ്രവർത്തിച്ചിരുന്നില്ല. ക്രിസ്തു സാധാരണക്കാരെ പോലെയാണ് ജനങ്ങളുടെ നടുവിൽ ജീവിച്ചത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ജനമെല്ലാം വന്നിട്ട് നിന്നെ രാജാവാക്കാൻ എന്ന് പറഞ്ഞു. അവൻ എന്താണ് ചെയ്ത്? അവിടുന്ന് രക്ഷപ്പെട്ട് പോകാനിടയായി. ഈ കാലത്തുള്ള ആളുകൾ തങ്ങളെ പുകഴ്ത്തുന്ന സമയം അവരെ പുകഴ്ത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നെ ആരും പുകഴ്ത്തുന്നില്ല, എൻ്റെ പേരാരും പറയുന്നില്ല. TV പ്രോഗ്രാമിന് വേണ്ടി ഞാൻ സ്തോത്രകാഴ്ച കൊടുത്തപ്പോൾ എൻ്റെ പേര് TV സ്ക്രീനിൽ എഴുതുന്നില്ല. ആർക്കാണ് നിങ്ങൾ പണം കൊടുക്കുന്നത്? നിങ്ങൾ വലം കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടം കൈ അറിയാതെ ഇരിക്കണമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുമ്പോൾ നീ കൊടുക്കുന്ന വിവരം മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ നിനക്ക് പ്രതിഫലം വന്നിരിക്കുന്നു എന്ന് പറയുന്നു. സ്വർഗത്തിൽ പിന്നെ നിനക്കെന്തെങ്കിലും കിട്ടുമോ? പാസ്റ്റർ നൽകുന്ന അനുഗ്രഹമാണോ വലുത്? കർത്താവ് നൽകുന്ന അനുഗ്രഹമാണോ വലുത്? എന്തിനാണ് മനുഷ്യരുടെ പുകഴ്ത്തലിന് വേണ്ടി നീ ആഗ്രഹിക്കുന്നത്? ദൈവം നിന്നെ കാണുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളം കൊടുത്താലും അതിന് പ്രതിഫലം നൽകും. കർത്താവിന് വേണ്ടി നിങ്ങൾ പ്രയാസപ്പെടുന്നത് ഒരിക്കലും വ്യർത്ഥമല്ല. ചോദിക്കൂ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. പേരിന് വേണ്ടിയാണ് കൊടുക്കുന്നതെങ്കിൽ അനേകം ആളുകൾ അങ്ങനെ കൊടുക്കുവാൻ ഉണ്ട്. പുകഴ്ത്തി പുകഴ്ത്തി പണം സമ്പാദിക്കുന്ന അനേകം ദൈവദാസന്മാരുണ്ട് ഈ കാലത്ത്. അയ്യോ, അത് വളരെ വേദനയാണ്. വ്യാപാരം ചെയ്യുന്നത് നല്ലതാണ്, എന്നാൽ യേശുവിൻ്റെ പേരിൽ വ്യാപാരം ചെയ്യരുത്. യേശുവിൻ്റെ പേർ വെച്ചിട്ട് വ്യാപാരം ചെയ്യരുത്. യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നതാണ് ഞങ്ങളുടെ പണി. യേശുവിൻ്റെ സുവിശേഷം സൗജന്യമായി പ്രസംഗിക്കുന്നതാണ്.
എൻ്റെ ജീവിതമെന്ന് പൗലോസ് പറയുന്നു. അപ്പോൾ ചോദിക്കും, സ്തോത്രകാഴ്ച എന്തിനാണ്? അത് ഞങ്ങൾക്ക് വേണ്ടിയല്ല. ഇവിടെ ചെലവുകൾ ഉണ്ടല്ലോ, ഇവിടെ ജോലികൾ ഉണ്ടല്ലോ. സുവിശേഷത്തിന് പണം ആവശ്യമാണ്, സുവിശേഷത്തിന് പണം വേണം. എന്നാൽ പണം കൊണ്ട് മാത്രം സുവിശേഷം ചെയ്യാൻ കഴിയില്ല. സ്നേഹത്താൽ സുവിശേഷം നടത്തണം. സ്നേഹം കൊണ്ട് ഒരു ആത്മാവിൻ്റെ രക്ഷയിലേക്ക് നടത്തണം. യേശുക്രിസ്തു ആർക്കെങ്കിലും പണം കൊടുത്തുവോ? യേശുക്രിസ്തു പറഞ്ഞോ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം, എന്നെ പിന്തുടരുക, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം, നിങ്ങൾക്ക് ടീ നൽകാം, കോഫി നൽകാം എന്നൊക്കെ പറയുവാനിടയായോ? ഒരുവൻ എന്നെ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെത്താൻ ത്യജിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ തന്നെത്താൻ തിരസ്കരിച്ച്, ഞാൻ ഒന്നുമല്ല എന്ന് വിചാരിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് ദിനംതോറും എന്നെ അനുഗമിക്കട്ടെ. സ്നേഹത്തോടെ ദൈവത്തെ അനുഗമിക്കണം. സ്നേഹത്തിൽ നിഗളമില്ല, നിഗളത്തിൽ സ്നേഹം ഇല്ല. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് താഴ്മ ഉണ്ടായിരിക്കും. വില്യം കേറിയെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം ചെരുപ്പ് തുന്നുന്നവനായിരുന്നു. അദ്ദേഹം തോലുകൊണ്ട് ചെരുപ്പുണ്ടാക്കിയിട്ട് അതിൽ ഇന്ത്യ മാപ്പിന്റെ പടം വരച്ചിട്ട് ഈ രാജ്യത്ത് ഞാൻ പോകുമെന്ന് പറയുമ്പോൾ അത് കേട്ട് അനേകർ ചിരിച്ചു. നിനക്കെങ്ങനെ ഈ രാജ്യത്ത് പോകാൻ കഴിയും? എന്നാൽ അദ്ദേഹം പ്രാർത്ഥിക്കുകയും ദൈവം സാധിപ്പിക്കുകയും ചെയ്തു. ഇവിടെ വന്നിട്ട് ഒരു പ്രൊഫസറായി, ഇംഗ്ലീഷ് പ്രൊഫസറായി ജോലി ചെയ്തിട്ട് അപ്പോൾ തന്നെ അനേക രീതിയിൽ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടു. അതുകൂടാതെ ഇടസമയങ്ങൾ പോയിട്ട് ആ റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നിട്ട് ചെരുപ്പ് തുന്നുമായിരുന്നു. ആ പണവും ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുമായിരുന്നു. എന്തൊരു ദൈവദാസനാണ്! സഭയിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ദൈവദാസൻ, ആ സഭയിലുള്ള ഒരു ദൈവദാസൻ, അദ്ദേഹം പ്രസംഗിക്കുവാൻ വേണ്ടി വന്ന സമയത്ത് അടുത്തതായിട്ട് ഇവിടെ ചെരുപ്പുണ്ടാക്കുന്നതായ ആ ദൈവദാസൻ വന്ന് പ്രസംഗിക്കും എന്ന് പരിചയപ്പെടുത്തുവാൻ ഇടയായി. എന്നാൽ നാം ആണെങ്കിലോ എന്തു പറയും? നിങ്ങൾക്കറിയില്ല എൻ്റെ കാര്യം എന്താണെന്ന്. ഞാൻ ബൈബിൾ തർജ്ജമ ചെയ്യുന്നവനാണ്, ഞാൻ ഇംഗ്ലണ്ട് രാജ്യത്തിൽ നിന്ന് വന്നവനാണ് എന്നൊക്കെ നിഗളിക്കാൻ ഇടയാകും. എന്നാൽ അദ്ദേഹം താഴ്മയായി സ്റ്റേജിലേക്ക് വന്നിട്ട് പറഞ്ഞു, ദൈവദാസൻ എന്നെക്കുറിച്ച് പുകഴ്ത്തിയാണ് പറഞ്ഞത്. ഞാൻ ചെരുപ്പുണ്ടാക്കി കൊടുക്കുവാൻ തക്ക വലിയ വ്യക്തിയല്ല. ഐ എം നോട്ട് എ ഷൂ മേക്കർ. ഞാനൊരു ചെരുപ്പ് കുത്തി മാത്രമാണ് എന്ന് പറഞ്ഞു. സൂചിയുമായി റോഡിൻ്റെ സൈഡിലിരിക്കുന്നവരെ കണ്ടിട്ടില്ലേ? പൊട്ടിപ്പോയ ചെരുപ്പുകൾ തയ്ക്കുന്നവരെ. അങ്ങനെ പൊട്ടിപ്പോയതായ ചെരുപ്പുകൾ നന്നാക്കുന്ന ഒരു വളരെ ചെറിയ വ്യക്തിയാണ്. അല്ലാതെ ബാറ്റ കമ്പനിയെ മറ്റു കമ്പനികളിലെ പോലെ വലിയ ഷൂ ഒന്നും ഉണ്ടാക്കിയിട്ട് വിൽക്കുവാൻ തക്ക വലിയൊരു ധനവാൻ അല്ല എന്ന് പറഞ്ഞു. എന്നാൽ എന്നെ ദൈവം വിളിച്ചു, അതുകൊണ്ടാണ് സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഇപ്രകാരം നിങ്ങളുടെ മുൻപിൽ വന്നു നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ലജ്ജിച്ചതാരാണ്? തലകുനിച്ചതാരാണ്? തന്നെത്താൻ താഴ്ത്തുന്നവർ ഉയർത്തപ്പെടും, തന്നെത്താൻ പുകഴ്ത്തപ്പെടുന്നവർ താഴ്ത്തപ്പെടും. എപ്പോഴും പുകഴ്ത്തരുത്. മറ്റുള്ളവർ നമ്മെ പുകഴ്ത്തണമെന്ന് നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. പുകഴ്ത്തുന്നവൻ എങ്ങനെയുള്ളവൻ? ശൂന്യമായ സ്പൂണ് കൊണ്ട് കഴിപ്പിക്കുന്നവനാണ്. ശൂന്യമായ സ്പൂണ് കൊണ്ട് തീറ്റിക്കുന്നവനാണ് പുകഴ്ത്തുന്നവൻ. തിന്നു കുറച്ചുകൂടെ, ഇനിയും കുറച്ച് തിന്നാലല്ലേ പറ്റൂ. എന്തുണ്ടതിൽ? തിന്നു, ശരിക്ക് കഴിക്കൂ. അതിലെന്താണ് പക്ഷെ ഉള്ളത്? നിന്റെ കളർ എത്ര നല്ലതാണ്, തിന്നു, തിന്നു നല്ല. അങ്ങനെ 1 മണിക്കൂർ തിന്നാലും വയറ് നിറയുമോ? ഇല്ല. എന്താണ്? മനുഷ്യർ എന്തിനു വേണ്ടിയാണ് നിന്നെ പുകഴ്ത്തുന്നത്? നിന്നെ പുകഴ്ത്തുകയാണെങ്കിൽ അയ്യോ എന്നാണ് പറയുന്നത്. ലോകം മുഴുവൻ പുകഴ്ത്തലിൽ അകപ്പെട്ടു പോയിരിക്കുന്നു. ദൈവദാസന്മാരും മറ്റുള്ളവരെ പുകഴ്ത്തുകയാണ്. ലോകത്തിലുള്ളവർ അങ്ങനെയാണ്, ആത്മീയരും അങ്ങനെയാണ്. ദൈവത്തിൻ്റെ മക്കൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ്? നിഗളിക്കുവാൻ പാടില്ല. ഞാൻ എന്താണോ ആയിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ്. പൗലോസിനെ പോലുള്ള വ്യക്തിക്ക് പുകഴ്ത്തുവാനാണെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഗമാലിയേലിന്റെ അടുക്കൽ പോയി പഠിച്ചവനാണ്, വേദങ്ങൾ പഠിച്ചവനാണ്, ന്യായപ്രമാണങ്ങൾ അരച്ചു കലക്കി കുടിച്ചവൻ, പരീശനാണ്. ആ കാലത്ത് റോമൻ പൗരത്വം എന്ന് പറഞ്ഞാൽ വളരെ വിലയേറിയതാണ്. വളരെ ജ്ഞാനം സമ്പാദിച്ച വ്യക്തിയായിരുന്നു. എന്നാൽ എനിക്ക് ലാഭമായിരുന്നതൊക്കെയും യേശുക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു എന്ന് പറഞ്ഞു. വിശുദ്ധനായ പൗലോസ് തൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭത്തിൽ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞു, ഞാനും അപ്പോസ്തലനാണ്, 12 പേർ ശിഷ്യന്മാർ മാത്രമല്ല. കർത്താവിനെ ഞാൻ അനുഗമിച്ചില്ലെങ്കിലും ഞാൻ കർത്താവിനെ കാണാനിടയായി, കർത്താവിനെ തിരഞ്ഞെടുത്തു എന്ന് പറയാനിടയായി. കുറെ നാൾ ആത്മീയനായി ജീവിച്ചിട്ട് കുറെ ആത്മാക്കളെ സമ്പാദിച്ച ശേഷം കർത്താവിനോടൊപ്പം നടന്ന ശേഷം പിന്നീട് എന്താണ് എഴുതിയതെന്നറിയാമോ? ഞാൻ വിശുദ്ധന്മാരിൽ ഒരുവൻ ആണെന്നാണ് പറഞ്ഞത്. താഴ്ന്നുവോ ഉയർന്നുവോ? 12 പേർ ശിഷ്യന്മാരിൽ ഒരുവനാണെന്ന് പറഞ്ഞവൻ ഞാനും ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട വിശുദ്ധനാണെന്ന് പറഞ്ഞു. എന്താണ്? താഴ്ത്തുകയാണ്. ജീവിതത്തിൽ അനേകം ആത്മാക്കളെ നേടിയിട്ട് ക്രിസ്തുവിന് വേണ്ടി അനേകം കഷ്ടങ്ങൾ അനുഭവിച്ച്
ക്രിസ്തുവിന് വേണ്ടി അനേകം ശുശ്രൂഷകൾ ചെയ്തിട്ട് അവസാനം കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ഞാൻ പാപികളിൽ വെച്ച് ഒന്നാമത്തവൻ. എന്താണ്? കർത്താവിനോട് അടുത്ത് ജീവിക്കുന്ന സമയത്ത് നമ്മിലെ കുറവുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തെ അറിയില്ലെങ്കിൽ, ദൈവമില്ലെങ്കിൽ നീ ആയിരിക്കും ഹീറോ. ദൈവമുണ്ടെങ്കിൽ നീ സീറോ ആയിരിക്കും. ദൈവത്തിന് മുൻപിൽ ഞാൻ എത്രമാത്രം എളിയവനാണെന്ന് നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത്ര വലിയ ദൈവത്തിന് മുൻപിലാണ് നാം ആയിരിക്കുന്നത്. നിന്റെ ദൃഷ്ടി നിനക്ക് വലിയവനായി തോന്നിയാൽ, നിന്റെ മുൻപിൽ നീ തന്നെ വലിയ വ്യക്തിയാണെന്ന് തോന്നുകയാണെങ്കിൽ അതെത്ര അജ്ഞാനമാകുന്നു. മരമില്ലാത്തടത്ത് ഒരു ചെറിയ ചെടി മഹാവൃക്ഷമാണെന്ന് പറയുന്നു. അബ്ബാ, ഇത്രയേ ഉള്ളൂ, ചെറിയൊരു ചെടിയാണ് നോക്കിയാൽ, എന്നാൽ വലിയ വൃക്ഷമാണെന്നാണ് വിചാരിക്കുന്നത്. ദൈവത്തോടൊപ്പം നാം ആയിരിക്കുമ്പോൾ നാം താഴ്ത്താനിടയാകും. നിന്റെ മുൻപിൽ ഞാൻ പൂജ്യമാണ്. പൂജ്യത്തിന് എത്രയാണ് വില എന്ന് പറയാമോ? 2 പൂജ്യമാണെങ്കിൽ, 3 പൂജ്യമാണെങ്കിൽ, 100 പൂജ്യമാണെങ്കിൽ, എത്ര പൂജ്യമാണെങ്കിലും അത് പൂജ്യമാണ്. എന്നാൽ ആ 100 പൂജ്യത്തിൻ്റെ വശത്ത് 1 വന്നാൽ അതിൻ്റെ വില എത്രയാണ്? കോടികളാകും. എന്താണ്? കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട് എങ്കിൽ നമുക്ക് വിലയുണ്ട്. കർത്താവില്ലെങ്കിൽ നമ്മുടെ വില 0. എന്താണ്? ഒരുവൻ ലോകം മുഴുവൻ നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അവന് എന്ത് പ്രയോജനം? ദയവുചെയ്ത് എഴുന്നേറ്റ് നിൽക്കൂ. എല്ലാവർക്കും തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. എഴുന്നേൽക്കുക. ഈ സ്നേഹത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് നിറയ്ക്കാം. എത്രയോ പേർ സ്നേഹമില്ലാതെ നശിച്ചു പോകുന്നു. സ്നേഹിക്കുവാൻ ആരുമില്ലാതെ സങ്കടത്തോടെ കരയുന്നവരുണ്ട്. ഡിപ്രഷനിൽ അകപ്പെട്ടു പോകുന്നവരുണ്ട്. ക്രിസ്തു സ്നേഹിക്കുന്നു എന്ന കാര്യം, യേശു ക്രിസ്തു നിനക്ക് വേണ്ടി പ്രാണൻ തന്നിരിക്കുന്നു എന്ന വിഷയം നീ രുചിച്ചറിയുക. അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക. യേശുവേ, നിന്റെ സ്വർഗീയ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. അത് മറ്റുള്ളവർക്ക് പകരുവാൻ എന്നെ നീ സഹായിക്കണമേ. കോപത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അഹങ്കാരത്തിൽ നിന്ന് വിടുവിക്കണം. അശുദ്ധമായ കാര്യങ്ങളിൽ നിന്ന് വിടുവിക്കണം. അനുസരണയോടെ ജീവിക്കാൻ വേണ്ടി കർത്താവെ സഹായിക്കണം. യേശുവേ, നിന്റെ സ്നേഹത്താൽ നിറഞ്ഞ് ക്ഷമയോടുകൂടി എന്നെ വിദ്വേഷിക്കുന്നവരോട് ക്ഷമിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ശത്രുക്കളെപ്പോലും സ്നേഹിക്കുന്ന ആ യേശുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് നൽകണമേ. എൻ്റെ വീട്ടുകാരെ എനിക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. എൻ്റെ സ്വന്തക്കാരെ എനിക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നരകതുല്യമാകുന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ലാത്തത്. നിന്റെ സ്നേഹം ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ സ്നേഹം ഞങ്ങളുടെ കുടുംബത്തിൽ നീ നിറയ്ക്കണമേ. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഒരു പ്രാവശ്യം ഞങ്ങളുടെ ജീവിതത്തെ നീ നോക്കണമേ. ഞങ്ങളുടെ ജീവിതം ഉണങ്ങിയ അവസ്ഥയിലായിരിക്കുന്നു. സ്നേഹമില്ലാതെ ഉണങ്ങിയിരിക്കുന്നു. അസൂയയും വിദ്വേഷവും ഞങ്ങളിൽ കാണുന്നുണ്ട്. സ്വാർത്ഥത ഞങ്ങളിൽ ഉണ്ട്. അനുസരണക്കേട് ഞങ്ങളിൽ കാണുന്നുണ്ട്. അശുദ്ധി ഞങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെടുന്നുണ്ട്. ഈ അന്ത്യനാളുകളിൽ സ്നേഹം തണുത്തുപോയിരിക്കുന്നു. യഥാർത്ഥമായ സ്നേഹമില്ലാതെ, നിസ്വാർത്ഥ സ്നേഹമില്ലാതെ അനേകരാൽ വഞ്ചിക്കപ്പെടുന്നതായ നമ്മുടെ തലമുറകൾ, അനേകർ നശിച്ചു പോകുന്ന അവസ്ഥയിലായിരിക്കുന്നു. സ്നേഹിച്ചിട്ട് വഞ്ചിക്കുന്നതായ അനേക വിഷയങ്ങൾ ഞങ്ങളുടെ ചുറ്റുപാടും കാണുന്നുണ്ട്. ദൈവമേ, ഇങ്ങനെയുള്ള ഭീതികരമായ ഈ അവസ്ഥയിൽ യേശുവിൻ്റെ സ്നേഹത്തെ ഞങ്ങളുടെ ഹൃദയത്തിൽ പകരണമേ. നിന്റെ സ്നേഹം ഞങ്ങളുടെ മുതിർന്നവരിൽ ഉണ്ടായിരിക്കുന്നതിനായി, നിന്റെ സ്നേഹം ഞങ്ങളിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സംസാരത്തിൽ, പ്രവൃത്തിയിൽ യേശുവിൻ്റെ സ്നേഹത്തിനെ കാണിച്ചു കൊടുത്ത് ഈ ലോകത്തിന് യേശുക്രിസ്തു ആരെന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലെ വിദ്വേഷം, അസൂയ, ഗർവം, പക, പിണക്കം ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ തന്നെ അതെല്ലാം ഉപേക്ഷിക്കുവാൻ നീ ഞങ്ങൾക്ക് സഹായിക്കണമേ. ക്ഷമയും മനസ്സലിയുമുള്ളവരായി, നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടിയുള്ളവരായിട്ട് നിന്റെ സാക്ഷിയായി ദിനംതോറും നിൽക്കുന്നതിന് വേണ്ടി ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നിന്റെ സ്നേഹത്തിന് കീഴിലാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും.
നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ